എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ക്യാമ്പിങ്, മൂന്നാം തവണയാണ് നമ്മൾ ക്യാമ്പിങ്ങിന് പോണത്. ഇന്ന് നമ്മൾ ഹത്ത ഡാമാണ് കാണാൻ പോണത്. അപ്പോൾ ഹത്ത ഡാം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ പോണ വിശ്വാസങ്ങൾക്ക് പോണ വഴിക്ക് പറയട്ടാം. ക്യാമ്പിങ്ങിന് പോണതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ പ്രാവശ്യം മേടിച്ചേക്കുന്നത് കുറച്ച് ഫിഷാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം മേടിച്ചേക്കുന്നത് 1 കിലോ ചെമ്മീനുണ്ട്, പിന്നെ ഒരു സീഡ് ഫ്രീം മീൻ മേടിച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ മേടിച്ചേക്കുന്നത് ചേരിയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് എടുക്കട്ടെ കേട്ടോ. മീനിൽ പുരട്ടി കൊടുക്കാനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അതിന് ഞാൻ എടുത്തേക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ്, അതേപോലെ പച്ചമുളക് ഉണ്ട് ഒരു 5-8 എണ്ണം, അതൊരു കുടം വെളുത്തുള്ളി, ഒരു 5-6 ചുവന്നുള്ളി, പിന്നെ നമ്മൾ കുരുമുളക് പൊടിയല്ല ഈ പ്രാവശ്യം മുഴുവൻ കുരുമുളകാണ്, പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം. അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ എല്ലാതും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള നമുക്ക് പൊടികളാണ്. അപ്പോൾ പച്ചമുളകും കുരുമുളകും ഒക്കെ ഇളകൊണ്ട് നമ്മളതിലേക്ക് 1 ടീസ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായി നമുക്ക് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കും. നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. ഈ അരച്ച് വെച്ച മസാല നമുക്ക് മീനുകളിലേക്കൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നല്ലപോലെ വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിലാവണ രീതിയിൽ വേണം നമ്മൾ മസാലകളൊക്കെ പരട്ടി കൊടുക്കാനായിട്ട് കേട്ടോ. രണ്ട് മീനും ഞാൻ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബാക്കിയുള്ളത് ചെമ്മീനിലും മുളകൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ നമ്മൾ ഇത് എടുത്ത് കൊണ്ടുപോകും ഗ്രില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ആദ്യം സ്റ്റാർട്ടിങ് ചായ കുടിക്കാൻ കയറി. അപ്പോൾ ചായ ഉണ്ട്, പിന്നെ പൊറോട്ടയുടെ ഉള്ളിൽ ഓംലെറ്റ് പൊഞ്ചിച്ചത്. നമ്മളിതൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് വിടും. അടിപൊളി കേട്ടോ, മലയാളി കഫ്തീരിയാണ്, അടിപൊളി. ഞങ്ങളുടെ സ്പോട്ടിലേക്ക് തറയുണ്ട്. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകാന്ന് വെച്ചിട്ട് തലവേദന എടുക്കുന്നത് പറഞ്ഞു. സാധനം കഴിക്കാൻ രാഗയ്ക്ക് മാത്രം, മോഹന് ഭാവി മാത്രം മോഹനം കഴിക്കും. അപ്പൊ കഴിക്കേ പോലെ നമുക്ക്. ഇതാണ് വിസിറ്റ് ഹത്ത. നമ്മൾ ഹത്തയിലേക്ക് പോണ വഴിയാണ് കേട്ടോ. അപ്പൊ നമ്മളിത് യൂട്ടൻ തിരിഞ്ഞ് പോകും. നമ്മളങ്ങനെ ക്യാമ്പിങ് ഏരിയയിലെത്തി. മോനോട്ടൻ്റെ ടെൻറ്റ് കെട്ടാനായിട്ട് കല്ലൊക്കെ താങ്ങി കൊണ്ടുവന്ന്. അപ്പോൾ നമ്മുടെ ചുറ്റും ഇതേപോലെ മലകളാണ്. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് വെള്ളം ഉണ്ട്. അവിടെ നമുക്ക് അപ്പോൾ ഇവിടെ നിറച്ച് ഇതിൻ്റെ ചുറ്റും നമുക്ക് നിരകളാണ്. അപ്പോൾ അതിൻ്റെ താഴെ നമുക്കവിടെ കാണുന്നത് വെള്ളമുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് ക്യാമ്പിങ്ങിന് ടെൻറ്റ് കെട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഫുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി കൂടി കുറച്ചും കൂടി മുകളിലേക്ക് കയറി വന്നിട്ടാണ് ഇപ്പോൾ ടെൻറ്റ് കെട്ടിയേക്കണത്. അപ്പോൾ നമ്മളത് നമ്മുടെ ടെൻറ്റാണ് ഇട്ടത്. അതെ, എല്ലാ പ്രാവശ്യം നമ്മുടെ ക്യാമ്പിങ്ങിൽ കാണിക്കുന്നുണ്ട്, എന്നാലും ഒന്നും കൂടി കാണിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ക്യാമ്പിങ് ഏരിയ. ഹത്ത ഡാം അല്ലേ? ഹത്തവാദി ഡാം, സുഹേല ഡാമാണ്. അപ്പോൾ ഇതിൽ താഴേക്ക് ഇഷ്ടം പോലെ ഫാമിലികൾ വന്നിട്ട് ടെൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നീട് പറയാം കേട്ടോ. ഒത്തിരി ഫാമിലി വന്നിട്ട് ടെൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിവിടെ ടെൻറ്റിങ് ഏരിയയുടെ ഭാഗങ്ങൾ തന്നെയാണ്. ഇവിടെ താഴെയും മുകളിലും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് ടെൻ്റ് അടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അടുത്ത് പോയിട്ട് നിന്നിട്ട് ടെൻ്റ് അടിക്കാനുള്ള സൗകര്യം കിട്ടിയില്ല. കാരണം മോനെണ്ണിന്ന് ജോലിക്കും കഴിഞ്ഞ് വന്നപ്പോൾ ഉച്ചയായി. ഇവിടേക്കൊക്കെ നമുക്ക് എത്താണെങ്കിൽ കാലത്ത് തന്നെ എത്താണെങ്കിൽ നമുക്ക് അതേപോലത്തെ സ്പോട്ടിൽ ടെൻ്റ് അടിക്കാൻ പറ്റും.
അപ്പോൾ ഞങ്ങൾ ഈ സമയം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 6 മണി 7 മണി അങ്ങനെ ആയിട്ട്, അതുകൊണ്ടാണ് നമുക്ക് മുകളിലേക്ക് കയറി വരുന്നത്. നമ്മളിവിടെ വന്നത് ഫിഷ് ഗ്രില്ല് ചെയ്യാൻ പറ്റൂട്ടാ. ചാർക്കോളൊക്കെ കത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും കത്തിച്ചു. തൊട്ടപ്പുറത്തെ ഒരാൾ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നു കേട്ടോ. നമുക്ക് ചാർക്കോളാക്കാനുള്ള സംഭവമാണത്. പെട്ടെന്ന് തീ കത്തി പിടിക്കും. ആൾ നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ തന്ന കാരണം അത് കത്തി. നമ്മൾ ചെമ്മീനാണ് കമ്പിയിൽ കോർക്കണം കേട്ടോ. ചെമ്മീന് കോർത്തോണ്ടിരിക്കുകയാണ്. അതെ, ഓരോന്നോരോന്ന് വേണം ഇങ്ങനെ കമ്പിയിൽ കോർക്കാനായിട്ട്. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ക്യാപ്സിക്കനെ വെച്ച് കൊടുക്കാം. എന്താ കമ്പിയിൽ കോർക്കണുണ്ടോ? ചിക്കനല്ല, ചെമ്മീനൊക്കെ കമ്പിയിൽ കോർത്തത് 3 സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വശം ഒരുങ്ങുന്നുണ്ട്, മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ വെന്തു കമ്പിയിൽ നിന്ന് എടുക്കണം കേട്ടോ. അങ്ങനെ വെന്ത കാരണം അതൊക്കെ ആകെ ഒട്ടി പിടിച്ച പോലെയായി. നമ്മളിത് ചേരി ഗ്രില്ല് ചെയ്താണ്. എന്നിട്ട് ഞാൻ രണ്ടാമതൊന്ന് തണുത്താകെ, അപ്പോൾ അതിന് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി. പിന്നെ അടുത്തത് നമ്മൾ പൊള്ളപ്പിക്ക ചെയ്ത്. പൊള്ളപ്പിക്കാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ മീനൊക്കെ ആകെ പിടിച്ചപ്പോൾ മീനൊക്കെ നല്ല പോലെ വെന്തുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫോയിൽ പേപ്പറിൽ വെച്ചിട്ട് അത് ഗ്രില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചെമ്മീൻ പകുതി മുഴുവൻ. അപ്പൊ നമ്മള് ഇതൊക്കെ ഞങ്ങള് പകുതി തീറ്റ കഴിഞ്ഞതാട്ടാ. നമ്മൾ കുറെ നേരമൊക്കെ ഇരുന്നപ്പോഴേ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ ഞാനും പോലെണ്ണം വീട്ടിൽ. ഇവിടെ ജനറേറ്റർ വരെ വെച്ചിട്ടാണ് ആൾക്കാർ വന്നിട്ട് ക്യാമ്പിങ് നടത്തുന്നത്. നമ്മുടെ നാട്ടിലില്ലാത്തൊരു അനുഭൂതി ഇവിടെ വരുമ്പോൾ കിട്ടുന്നു കയ്യിൽ. തീർച്ചയായും കമ്പ്യൂട്ടർ കവർ ചെയ്തിട്ടൊക്കെ എന്തോ ആൾക്കാരല്ലേ ലൈഫ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. കുബൂസ് ഉണ്ട്, മയോണൈസ് ഉണ്ട്, പിന്നെ മീൻ മുള്ളിച്ചതാണ് നേരത്തെ പറഞ്ഞ പോലെ. ഓരോരോ പീസായിട്ട് പതുക്കെ പതുക്കെ കഴിക്കാം. ഭക്ഷണം കഴിച്ചതിന് ശേഷം പറയാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ നേരം വെളുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് എണീറ്റിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര ദിവസം നമ്മൾ വന്നതിൽ നമുക്ക് ക്യാമ്പിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിടക്കാനായിട്ടൊരു സുഖമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇവിടെ നല്ല തണുപ്പും നല്ല ഒരു ഇതിലേക്ക് എടുക്കാനൊക്കെ ആയിട്ട് പറ്റി. നല്ല രസമുണ്ടാകുന്നു. ഇഷ്ടംപോലെ ഫാമിലികൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയും കാലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമേ നമ്മൾ ഇവിടെ നിന്ന് വിടുള്ളൂ കേട്ടോ. കാലത്തെ കട്ടൻ ചായ എനിക്ക് രാവിലെ ഒരു സുലമാലി അടിക്കണം. കട്ടൻ ചായ നമുക്ക് ബ്രെഡും ഓംലെറ്റ് അടിക്കണം. ഇതിപ്പോൾ വൈഫ് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ആളെ കൈപ്പാളി, ആള് കട്ടപ്പണിയിലാട്ടാ. എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ദേഷ്യപ്പെട്ടിരിക്കുന്ന ആള് വെയിലുദിക്കുന്ന മുന്നേ പോകണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞ് ഇവിടെ കിടന്നുറങ്ങിയിട്ട് പതുക്കെ ഉച്ചമ്പ് പോയെന്ന് പറഞ്ഞ ആള് ചാടി നിൽക്കുന്നേട്ടെ. എന്തിനാ ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ടാ മുട്ടയും കുബൂസല്ലേ? ഒരു ആൾക്കാരൊക്കെ കഴിഞ്ഞാണ്. നെയ്റോസ് എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാണ്. ബ്രെഡും മുട്ട ഓംലെറ്റും ബ്രെഡ് കഴിക്കാനായിട്ട് മുട്ടയൊക്കെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ. ചായ റെഡി. അപ്പോൾ നമ്മുടെ ചായയായി, മുട്ടയായി. നമ്മൾ കഴിക്കുക, പതുക്കെ പതുക്കെ സാധനങ്ങളൊക്കെ വിടാം. ആൾക്കാർ കണ്ട അങ്ങനെ മതി. നോക്കിട്ടാ മണ്ട
ഇനി വേണ്ടി വരുമോ ചായ വേണ്ടി? അപ്പൊ നമ്മളിതാ മുട്ട ഉണ്ടാക്കി നിൽക്കാം. ചായ കുടിച്ചിട്ട് നമ്മളപ്പോൾ ടെൻറ്റൊക്കെ അഴിച്ചു വെച്ചു. ക്യാമ്പിങ് ഇവിടുത്തെ അവസാനിപ്പിച്ചു ഞങ്ങള്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് നമുക്ക് ഇനി കുറച്ചും കൂടി കാണാനുണ്ട്. അപ്പോൾ അവിടേക്കും കയറി കണ്ടിട്ട് ഞങ്ങൾ നേരെ റൂമിൽ. അപ്പോൾ നമ്മളിവിടെ വന്ന് നിൽക്കുന്നത് ഒരു ചെറിയൊരു ലേക്കിൻ്റെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിലാണ് താമസിച്ചത് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ലേക്ക് നല്ല തണുത്ത വെള്ളം. പക്ഷെ ഇവിടെ സ്വിമ്മിങ് നോട്ടല്ല അവിടെ ആണ്. അപ്പോൾ വെറുതെ ഞങ്ങൾ കാലൊക്കെ ഒന്ന് കഴുകാനായിട്ട് ഇങ്ങനെ വെറുതെ നിൽക്കണതാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നേരമൊക്കെ കാറ്റൊക്കെ കൊണ്ട് പോകാൻ വെച്ചു. നല്ല രസം കേട്ടോ, നല്ല തണുത്ത കാറ്റ്. ഞങ്ങളിവിടെ കാറ്റൊക്കെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പോകണമല്ലോ, കാരണം നല്ല രസം കൂടി ഇരിക്കാൻ ചെയ്യണമെന്നുണ്ട്. നാളെ മോനെ പെടും നമ്മള്. അതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇവരെ ആരെങ്കിലും ഒക്കെ പോകാനായിട്ട് നോക്കിയിരിക്കുക. ഇവിടെ വന്നിട്ട് ടെൻ്റ് അടിച്ചിരിക്കുക. എവിടെ വന്നാലും വിടില്ല. ഇവിടെ എന്തോ പഴം നിൽക്കുന്നുണ്ട്, അത് കഴിക്കാൻ പറ്റണതാ. അപ്പോൾ അത് പൊട്ടിക്കാൻ നിൽക്കാം. അപ്പോൾ നമ്മളെവിടെ വെച്ച് കണ്ടാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ ആർത്തി പിടിച്ച് കഴിക്കും. അതാണ് ഞങ്ങൾ. അപ്പോൾ നമ്മളിവിടെ വന്ന് നിൽക്കണത് ഹത്ത ഹെവൻ സ്റ്റേബിൾസ് ഹോഴ്സ് ഫോർ റെൻറ്റ്. അതായത് നമ്മുടെ കുതിരകളൊക്കെ റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഞങ്ങളിവിടെ അവിടെ ചോദിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ ആ വെള്ള കുതിരയുടെ നോക്കി നോക്കിയാൽ അതിൻ്റെ മുടി മടഞ്ഞിട്ടിട്ട് കുതിര ഒന്ന് കറക്റ്റ് കാണിക്കാട്ടാ. നമ്മളത് ഇവിടെ നിന്ന് മലയുടെ മുകളിൽ ഞങ്ങൾ നിന്നാർന്നെ. അവിടെ നിന്ന് ഞങ്ങളിതേ താഴെ ഇറങ്ങി വന്ന് താഴെ ഇവിടെ കുറച്ച് ഇങ്ങനെ ലേക്ക് പോലെ വെള്ളത്തിൻ്റെ വെച്ചിട്ടുണ്ട്, ലേക്കുണ്ട്. അപ്പോൾ ഞങ്ങളിത് അവിടെ ആ മലയുടെ മുകളിലാണ് നിന്നാർന്നതാ. ഞങ്ങളുടെ വണ്ടിയാണത്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ താഴെ ഇറങ്ങി വന്നു, റോട്ടിലേക്ക് വന്നു. നമ്മളങ്ങനെ തിരിച്ചു പോവാണ് ഗൈസ്. ഒമാന്റെ ബോർഡറിന്റെ അടുത്തേക്ക് പോകണം. യൂട്ടേൺ ചെയ്യണേ അങ്ങോട്ട് പോകണം. ഹത്ത ബോർഡർ അത് കഴിഞ്ഞാൽ ഒമാന്റെ ബോർഡർ ആക്കി വെച്ചാൽ റൈറ്റ് സൈഡിൽ. നമ്മളിതേ അവിടെ നിന്നാണ് വന്നത്. ഡാം കണ്ടില്ലേ? നമ്മൾ തിരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ചെക്ക് പോയിന്റാണ്. നമ്മളത് തിരിയാണ് യൂട്ടേൺ ചെയ്ത്. അതായത് യൂട്ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് വണ്ടി ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള കാഴ്ചകൾ. ഇത് നമുക്കൊരു ലൈക്കിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് അവർ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. നമ്മളിവിടെ വന്നേക്കുന്നത് ലിം ലേക്കിലേക്കാണ്. അപ്പോൾ ലൈക്കിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. ഇവിടെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. പിന്നെ നമുക്ക് കുറച്ച് താറാവുകൾ കാണാൻ പറ്റി. പിന്നെ അതേപോലെ ബോട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് ബോട്ട് തുഴയാൻ പറ്റും. പക്ഷെ നീന്താൻ അറിയണം. എന്തെങ്കിലും കഷ്ടകാലം വെള്ളം കുടിച്ച് ചാവാന്ന് പറയുന്നതല്ല, അങ്ങനെയാണോ? അതൊക്കെ പുതിയ പോട്ടോ കേട്ടറിവ്. ഇവിടേക്കാണ് നമുക്ക് ഇതിൻ്റെ ഇഷ്ടപ്പെട്ടില്ല സ്ഥലം. നമ്മൾ നേരത്തെ പൊട്ടിച്ച മരമാണ് കേട്ടോ, കായുണ്ടായ മരത്തിൻ്റെ ആണ് ഇത്. ഇവിടെ ഉണ്ടാവണ സീസണാണെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ ഉണ്ടായിട്ട് കൊഴിഞ്ഞൊക്കെ താഴെ കിടക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ആൾക്കാർ നമുക്ക് തന്നെ സ്വയം എടുത്തിട്ട് ആക്കാം. പിന്നെ അത് കൂടാണ്ട് കൂടെ അതിൻ്റെ ആൾ വന്നിട്ട് നമുക്ക് ബോട്ടിങ്ങിന് പോകണമെങ്കിൽ പോവാട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോൾ ലിം ലേക്കിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഒരു കഫ്റ്റേരിയയിൽ കയറിയിട്ട് നമ്മളൊരു ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതേ മോനോട്ടതെ ജ്യൂസൊക്കെ മേടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആളെനിക്ക് എപ്പോഴും ഇട്ട് പണി തരാം. പക്ഷേ ഫുള്ള് കഴിക്കണത് ആളായിരിക്കും കേട്ടോ. ഞാൻ കുറച്ച് കുടിച്ച് വയ്ക്കും, പക്ഷേ മണ്ട കുടിച്ച് വയ്ക്കും. അങ്ങനെ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ ഒക്കെ ഒന്ന് കുടിച്ചൊന്ന് റിലാക്സ് ആവട്ടെ. ഡാമിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസാണ്.
ഇത് ഫ്രീ ആണ്. ഇവിടെ കാർ പാർക്കിങ്ങും എല്ലാം കാർ പാർക്കിങ്ങും ഫ്രീ ആണ്. പിന്നെ ഉള്ളിലേക്ക് കടക്കാനുള്ള എൻട്രൻസും ഫ്രീ ആണ് കേട്ടോ. ഇവിടത്തെ അത്ത ഒരു ഇത് എഴുതി വെച്ചിട്ടുണ്ട് വാട്ടർഫാൾസിൻ്റെ. ഇത് 2 രാജാക്കന്മാരുടെ ഫോട്ടോസ് വെച്ചിട്ടുള്ള ഒരു ഡാമിലെ വാട്ടർഫാൾസാണ് കാണുന്നത്. അത് ഇത്ര ക്ലിയർ ആയിട്ട് കാണുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സൈഡിൽ വെച്ച് നിൽക്കാം. നല്ല ചൂടായതുകൊണ്ടാണ് നമുക്കങ്ങനെ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത കേട്ടോ. അത്ത ഡാമിൻ്റെ ഉൾവശമാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഞങ്ങൾ ഇതിലേക്ക് മുകളിലേക്ക് പോകാനായിട്ട് വണ്ടി ഫ്രീ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വണ്ടിയിൽ ഞങ്ങൾ മുകൾ വശത്തേക്ക് പോകാൻ വെച്ചിട്ടാണ്. ഞാൻ ഇതിൻ്റെ ഫ്രീ ഉള്ള ഷട്ടിൽ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആൾക്കാർ കയറാൻ നിൽക്കുകയാണ്. അതൊന്ന് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പോകും. ഒലിവ് ട്രീ ആണ് നീ കാണുന്നത്. ആദ്യത്തെ സ്പെയിനാണ് ഇതിൻ്റെ ജന്മസ്ഥലം എന്ന് പറയാം. ഇതിൻ്റെ വയസ്സ് എന്നത് 250-400 ഇയേഴ്സ് ഉണ്ട്. അങ്ങനെയാണ് അവിടെ ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അവർ. നമ്മൾ ഡാമിൻ്റെ മുകളിലേക്ക് ഇത് കയറി പോവാണ് കേട്ടോ. ഡാമിൻ്റെ മുകളിലാണ് കേട്ടോ. ബോട്ടിങ്ങൊക്കെ ഉണ്ട്. അതൊന്നും ഫ്രീ അല്ല, അതിന് പൈസ കൊടുക്കണം. അതിനുള്ള കാശ് അടിക്കാൻ ഒരു മുതലാക്കിയിട്ടുണ്ട്. 600 പറഞ്ഞേക്കുന്നത്. പിന്നെ ബോട്ടിംഗ് സൗകര്യം ഉണ്ട്. ബോട്ടിംഗ് സൗകര്യം ഉള്ളതിൻ്റെ റേറ്റാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഓരോന്നിനും ഓരോ പൈസയാണ് ഇവിടെ വെച്ചേക്കുന്നത്. നമുക്ക് ഡാമിൻ്റെ മുകളിലേക്ക് വരുന്നതിനൊക്കെ ഫ്രീ ആയതിന് ഇവിടെ നല്ലൊരു പൈസ വന്നു. അത്ത ഡാമിൻ്റെ നമ്മളെ കണ്ടില്ലേ, നമ്മുടെ രാജാക്കന്മാരെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാൻ നോക്കട്ടെ. ഡാമിൻ്റെ ഉൾവശമാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് അഫ്ഗാൻ ബുക്കാരി റെസ്റ്റോറൻറ്റിൽ നിന്ന് കയറി. അപ്പോൾ അവിടെ നമ്മൾ ചിക്കൻ കബാബ് വിത്ത് പുലാവാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്കിത് സൂപ്പ് കൊണ്ടുവച്ചിട്ടുണ്ട്, സലാഡ് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പുലാവ് വന്നു കേട്ടോ. അതുപോലെ ചിക്കൻ ഗ്രില്ല് ചെയ്തത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഫ്രഞ്ച് ഫ്രൈ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി കഴിച്ച് നോക്കട്ടെ. ഈ മലയുടെ സൈഡിൽ കോൺക്രീറ്റ് കൊണ്ട് തേച്ച് വെച്ചിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിൽ നിന്ന് കല്ലുകൾ ഇടിഞ്ഞ് റോട്ടിലേക്ക് വിടാതിരിക്കാനാണ്. ഇത് കറക്റ്റ് ആൾക്കാർക്ക് അറിയില്ല, ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. അത് ഈ കത്തേലേക്ക് വരുന്ന ഭാഗത്താണ് ഇങ്ങനെയുള്ളത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്ന് എടുത്ത് പറയണത് കേട്ടോ. ഈ റോഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള വൈറ്റ്, റെഡ്, വൈറ്റ് എന്ന് 3 ട്രാക്ക് പോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്ക് അതേ ബ്രേക്ക് ഫെയിലറായിട്ട് വരുമ്പോൾ ഈ ട്രാക്കിൽ കൂടെ പോകണം. ഈ കാണുന്ന 3 ട്രാക്കിൽ കൂടെ പോയിട്ട് നേരെ ഒരു ഹൈറ്റിൽ ഒരു കുന്ത് പോലെ ഒരു റാം കാണുന്നില്ലേ, അത് അതിൻ്റെ പേര് ശരിക്കും ട്രക്ക് ബ്രേക്ക് ഫെയിലർ റാം എന്നാണ് പറയുക. അതിലേക്ക് ഇടിച്ച് കയറ്റണം. അപ്പോൾ വണ്ടി നമുക്ക് വലിയൊരു അപകടം ഉള്ളതാവും. ട്രക്കിലാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പാടില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് പാർക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു വണ്ടികൾക്കും പാർക്ക് ചെയ്യാൻ അലൗഡല്ല. ഈ ട്രക്ക് ബ്രേക്ക് ഫെയിലറായിട്ട് വരുമ്പോൾ ആ വണ്ടിക്ക് ഒരു വലിയൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്
അതിലേക്ക് ഇടിച്ച് കയറ്റണം. അതിലിട്ടിട്ടുള്ള മണ്ണ് ഒരു പ്രത്യേക തരം ഒരു മണ്ണാണ്. വണ്ടി പിന്നെ എത്ര സ്പീഡിൽ പറഞ്ഞ വണ്ടിയും അറ്റം വരെ ചെല്ലില്ല. അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാരുണ്ടോ അതിന് അതൊന്ന് അറിയിച്ചു എന്നുള്ളൂ കേട്ടോ. ഈ സ്ഥലം കിടക്കുന്നത് നമ്മൾ ഹത്തയിൽ പോകുന്നതാണ്. ദുബായിൽ നിന്ന് ഹത്തയിലേക്ക് പോകുന്ന റോട്ടിലാണത്. ഈ UAE ഇവിടെ മാത്രമല്ല ഈ ട്രക്ക് ബ്രേക്ക് ഫെയിലർ റാം എന്ന് പറഞ്ഞ ഈ ഒരു സാധനം അത് ഗൾഫ് കൺട്രിയിൽ ഇവിടെ ഉണ്ടല്ലോ. കാരണം എല്ലാ ഗൾഫ് കൺട്രിയും പോയിട്ടുള്ളതാണ്. നമ്മളങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ദുബായി നമ്മുടെ റൂമിൻ്റെ ഉണക്കിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോണ്ട് ആ സ്ഥലം ഇപ്പോൾ സ്ഥലം നമ്മൾ പകുതി ഹത്തന്ന് ഒരു 50 കിലോമീറ്റർ പോകുന്നുണ്ട്. ഇതിനൊരു ഏകദേശം 100 കിലോമീറ്റർ മുകളിലുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ കാണാനൊന്നുമില്ല. 2 വശം ഈ കുന്നുമല തന്നെയുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ശരിയല്ലേ? നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്ന സ്ഥലം ഡിസർട്ട് സഫാരിയുടെ അവിടെയാണ്. നമുക്ക് പോകാനുള്ളതൊന്നല്ല, ഞങ്ങൾ ഹത്തയിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇന്നത്തെ നിൽക്കുന്ന മണ്ണിൻ്റെ അവിടെ നിന്നാണ് ജീപ്പ് എന്നാ 4-വീലർ വണ്ടികൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. ഏറ്റവും മുകളിലാണ് ആ പോയി നിൽക്കണത് അത്. പിന്നെ അവിടെ തന്നെ നമുക്കിത് ഈ സൈഡിൽ ഒരു ഫ്രൂട്ട് മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം അതും ഡിസർട്ട് സഫാരിക്ക് വന്ന് നിൽക്കണ വണ്ടികളാണ് കേട്ടോ. ഇതൊക്കെ എല്ലാതും ഏറ്റവും മുകളിലാണ് നിൽക്കണത്. ഇത് അതേപോലെ ഡിസർട്ട് സഫാരിക്കുള്ള വണ്ടികൾ നിരന്ന് കിടക്കണുണ്ട്. അതെ, ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വണ്ടികൾ ഒരെണ്ണം പോണത് കാണിച്ചു തരാം. ഒരെണ്ണതേ മണലുമ്പിക്ക് കയറും. അത് ഏറ്റവും തുഞ്ചത്ത് പോയി നിന്നിട്ട് തുഞ്ചത്തുനിന്ന് താഴത്തേക്ക് ഇറങ്ങും. ആ പോണ പോക്ക് കണ്ടില്ലേ? ഏറ്റവും മുകളിലേക്ക് എത്ര അടി ഉയരത്തിലേക്കാണെന്ന് അറിയോ പോണത്? കഴിഞ്ഞ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ഓരോ ജീപ്പ് അവിടെ നിന്ന് ഇതേ വണ്ടി ഉണ്ട്. വണ്ടി ഒരെണ്ണം അവിടെ നിന്ന് താഴേക്ക് വരുന്നുണ്ട്. അവിടെ നിന്ന് ഒരെണ്ണം അതേ താഴത്തേക്ക് വരുന്നുണ്ട്. നല്ല സ്പീഡിൽ തന്നെയാണ് അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. റൂമിലേക്ക് ഇങ്ങനെ എത്താനൊരു 10 മിനിറ്റത്തെ സമയം കൊണ്ടുള്ള കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിനൊപ്പം തന്നെ ഓൾ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.